ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദേവിക്ക് സമർപ്പിക്കുന്ന തെരളിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കണേ. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് തെരളിയപ്പം ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിക്കുക. തെരളി ഇലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകിയതാണ്. ഇത് നല്ല വലിപ്പത്തിലുള്ള ഫ്രഷ് ഇലകളാണ്. ഇതിലാണ് മാവ് വെച്ച് മടക്കിയിട്ട് ആവി കയറ്റി അപ്പം ഉണ്ടാക്കുക. ഈ ഇലയ്ക്ക് നല്ല മണമാണ്. ചെറിയ ഇലയിലും തെരളിയപ്പം ഉണ്ടാക്കാം. അരിപ്പൊടി ഏകദേശം 2 കപ്പ് ഉണ്ടാവും. പൊങ്കാലയുടെ നിന്ന് കൈക്കണക്കിനാണ് നിവേദിക്കാനുള്ള വിഭവങ്ങളൊക്കെ എടുക്കുക. അരി ഇത്തിരി തരിതരിപ്പായിട്ട് പൊടിച്ചതാണ്, ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശർക്കര, ശർക്കര ചീകിയെടുത്തു. അരിപ്പൊടിയുടെ അത്ര തന്നെ ശർക്കരയുണ്ട്, 2 കപ്പ്. കല്ലില്ലാത്ത ശർക്കര പൊടിയായിട്ട് വാങ്ങിയാലും എളുപ്പമാണ്. ഒരു നാളികേരം ചിരകിയത് 3 കപ്പുണ്ട്. 5 ഏലയ്ക്ക തൊലി കളഞ്ഞെടുത്തതാണ്. പൊങ്കാല ഇടുമ്പോൾ വീട്ടിൽ ചെയ്യണ പോലെ പൊടിക്കാനൊന്നും പറ്റില്ല, തരിയായിട്ട് തന്നെ ഉപയോഗിക്കാം. ചിലർ പഴം ചേർക്കാറുണ്ട്, നമ്മളിതിൽ ചേർക്കണില്ല. ഇനി നല്ലോണം കുഴച്ച് യോജിപ്പിക്കണം. വെള്ളം ചേർക്കാണ്ട് വേണം യോജിപ്പിക്കാൻ. ശർക്കരയുടെയും നാളികേരത്തിൻ്റെയും ജലാംശത്തിൽ അരിപ്പൊടി കുഴഞ്ഞു വരണം. കുറച്ചു നേരം തുടർച്ചയായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം ഇങ്ങനെ ഇത്രയും കട്ടിയായിട്ടുണ്ട്. ഇനി 5 മിനിറ്റും കൂടി യോജിപ്പിക്കാം. അരി വീട്ടിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ പച്ചരി 1 മണിക്കൂർ കുതിർത്തിയിട്ട് വെള്ളം ഊറ്റി കളഞ്ഞ് കുറച്ചു നേരം പരത്തി വെച്ച് ഉണക്കിയിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത് റോസ്റ്റ് ചെയ്യാം. പഴം ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വേഗം ഇത് കുഴച്ചെടുക്കാൻ പറ്റും, സോഫ്റ്റ് ആവും വേഗം. പക്ഷേ ചെറിയൊരു പുളിരസം വരും പഴത്തിൻ്റെ. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്ന് പൊങ്കാലർപ്പിച്ച് പോകുമ്പോൾ എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ തെരളിയപ്പം ഉണ്ടാക്കിയാൽ 3-4 ദിവസം കേടുവരാണ്ട് ഇരിക്കും. ഇപ്പോൾ പാകത്തിന് കുഴഞ്ഞു, ഇങ്ങനെ ഉരുട്ടുമ്പോൾ കിട്ടുന്നുണ്ട്. ഇലയുടെ വലുപ്പത്തിനനുസരിച്ച് അപ്പം ഉണ്ടാക്കാം. ഒരു പച്ച ഇറുക്കിലി എടുത്തിട്ട് ഇതിൽ കോർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കണേ. ഇറുക്കിലിയുടെ അറ്റത്ത് ഒരു കെട്ടിടാം, തെരളിയപ്പം ഊർന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പിരിച്ചെടുത്താൽ ചെറിയ കെട്ടാവും. ഇലയ്ക്ക് വലിപ്പമുള്ളതുകൊണ്ട് ഇത്രയ്ക്ക് മാവെടുക്കാം. ഇത്തിരി നീളത്തിൽ റോളാക്കിയിട്ട് ഇലയുടെ തുമ്പിൽ വെച്ച് മടക്കിയിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം മടക്കാൻ. അടുത്ത അപ്പവും കൂടി വെച്ചിട്ട് കെട്ടുള്ള ഭാഗത്തിൻ്റെ മറ്റേ അറ്റത്ത് കോർത്തെടുക്കാം. ഈ അറ്റം ഒന്ന് കത്തി വെച്ച് ഷാർപ്പാക്കണം. ഇങ്ങനെ എല്ലാ തെരളിയപ്പവും കോർത്ത് വയ്ക്കാം. കോർക്കാണ്ടും ഒറ്റയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കുമ്പിളപ്പം പോലെ ഉണ്ടാക്കാം. ഓരോന്ന് കോർക്കുമ്പോഴും ഇല മടക്കുമ്പോഴും ടൈറ്റായിട്ട് തന്നെ വെക്കണം. പൊങ്കാലയുടെ ഇന്ന് കാലത്ത് പായസവും മണ്ടപ്പുറ്റും തെരളിയപ്പവും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാഴ്ച തന്നെ ഒരു ആഘോഷമാണ്. ഇലയുടെ അറ്റം ഉള്ളിലേക്ക് വരണ പോലെ എല്ലാം മാല പോലെ കോർത്തെടുക്കണം. ഇത് എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. ആവി കയറ്റാൻ വയ്ക്കുമ്പോൾ ഇങ്ങനെ കൊരുത്തിട്ട് വയ്ക്കാം, അപ്പോൾ എടുക്കാനും എളുപ്പമാവും. വേറൊരു രീതിയിൽ തന്നെ ഉണ്ടാക്കാം. ഇങ്ങനെ ഇല കൂട്ടി കുമ്പിളാക്കിയിട്ട് ഉള്ളിൽ മാവ് നിറച്ച് മടക്കി ഈർക്കിലി കുത്തി ഉറപ്പിച്ച് വയ്ക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഷേപ്പിൽ കിട്ടും. വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട്. തെരളിയപ്പം വെച്ചിട്ട് ഇടയിലുള്ള സ്പേസിൽ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ തെരളിയപ്പം കൂടി വയ്ക്കാം. ഇനി 10-15 മിനിറ്റ് ആവിയിൽ വേവിക്കണം. 15 മിനിറ്റ് കൊണ്ട് നല്ലോണം വെന്ത് വരും. ഇപ്പോൾ എല്ലാം നല്ലോണം ആവി കയറി വെന്തിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് എടുക്കാം. വഴനയിലയുടെ ഫ്ലേവർ അപ്പത്തിലേക്ക് വരും, നല്ല സ്വാദുമാണ്. ദേവിക്ക് പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്ന വിഭവമാണ്. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.